അടിപൊളി അടിപൊളി ബേസിലും പ്രത്യേകമായിട്ടുള്ള കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ആയിരുന്നു? ചിരിക്കാനുണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. നായിക എങ്ങനെ ഉണ്ടായിരുന്നു? അനശ്വരി നെഗിലൊക്കെ കൊള്ളായിരുന്നു. എങ്ങനെ നമ്മളൊരു ഗുരുവായൂർ അമ്പലം ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? പിന്നെ തീർച്ചയായിട്ടും എങ്ങനെയുണ്ട്? അല്ല കോമഡി സാധനം കണ്ടോണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടതില്ല ബേസിലായിരുന്നോ പൃഥ്വിരാജനായിരുന്നു? രണ്ടുപേരും കട്ടക്ക് ഭയങ്കര പൊളിയായിരുന്നു. അലയമാര് കട്ടക്കായിരുന്നു. ഭയങ്കര ബന്ധമായിരുന്നു, ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. കണ്ടോണ്ടിരിക്കാം. അച്ഛന് ടൈഗർ ബാമും അളയന് ഐഫോണോ? ഭയങ്കര കോമഡി. നായകന്മാരൊക്കെ എങ്ങനെയുണ്ട്? അനശ്വരയും നിഖിലൊക്കെ എല്ലാവരും കൊള്ളാം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലാഗാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഏത് മൂവിയായിരുന്നു കണ്ടത്? ഗുരുവായൂർ അടിപൊളി അടിപൊളി. അടിപൊളി. നായകന്മാരൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാവരും കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. നല്ലൊരു കോമിക് പടം. ഇവരുടെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ആയിരുന്നു? നല്ല കോംബോയാണ്. നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി. ചിരിക്കാനുണ്ട് ഒരുപാട്? ഉണ്ട് ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ. കുഴപ്പമില്ല. ചിരിക്കാനുണ്ടായിരുന്നു? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ബേസിലും പൃഥ്വിരാജായിട്ടുള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്കേടില്ലാതെ വർക്കൗട്ടായി. അടിപൊളി, സൂപ്പർ, ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല സൂപ്പർ. കോമഡി എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ടായിരുന്നു? ഏത് പടമായിരുന്നു? ഗുരുവായൂരം. എങ്ങനെയുണ്ട്? ബേസിലും പൃഥ്വിരാജായിട്ടുള്ള കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ടായോ? എങ്ങനെ ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്? നല്ല കോമഡി ഫിലിം, പക്ഷെ കുറച്ച് ത്രില്ലർ, നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള. ഇവരുടെ ഒരു കോംബോ എങ്ങനെയാണ്? വർക്കൗട്ട് ആയിരുന്നു? നല്ലൊരു കോർഡിനേറ്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്തു. നന്നായി. എങ്ങനെയുണ്ട്? അനശ്വരയും നിഖിലൊക്കെ നൈസ്. അവരെല്ലാവരും നല്ല റോൾസാണ്.